നമ്മുടെ തൃശ്ശൂർ റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കുക കേട്ടോ. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ ചെറുതുരുത്തി ഹൈസ്കൂളിൽ മറ്റേ ഇതുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ്, അതിൻ്റെ പ്രകടനം റോട്ടിലേക്ക് കയറ്റി വെച്ചിരിക്കുക അവർ. ഈ ആവശ്യമില്ലാണ്ട് കുറേ നിയമങ്ങളൊക്കെ കൊടുന്ന് ഇറക്കുന്നുണ്ടല്ലോ. ഈ കോളേജ് കുട്ടികൾ സ്കൂൾ കുട്ടികളൊക്കെ ഈ റോട്ടിലേക്ക് ഈ പരിപാടി ചെയ്യുമ്പോൾ എത്ര വണ്ടിക്കാരെ ബുദ്ധിമുട്ട് നോക്ക്. ഇതാ തൃശ്ശൂർ റോഡ് മൊത്തം ബ്ലോക്കാട്ടോ. എത്ര ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ 1 മണിക്കൂറോളമായി ഫുള്ളും ബ്ലോക്കായി കിടക്കണം കേട്ടോ. കുറേ ആവശ്യമില്ലാത്ത നിയമങ്ങളൊക്കെ ഉണ്ടാക്കും, പക്ഷേ ആവശ്യമുള്ള നിയമങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇതിപ്പോൾ സ്കൂൾ പരിസരത്ത് വെച്ചിട്ട് അത് ചെയ്ത് വിട്ടാൽ മതി. ഇവർ ഈ റോട്ടിലേക്ക് കയറ്റേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ പ്രകടനം റോട്ടിലേക്ക് കയറ്റിയ കാരണമാണ് ഇത്രയും വണ്ടികൾ 1 മണിക്കൂറായി ഈ മെയിൻ റോഡ്. എത്ര ആംബുലൻസുകൾ ആകെ ബ്ലോക്കായി കിടക്കുന്നുണ്ടെന്ന് അറിയോ? ആംബുലൻസുകൾ ഒരുപാട് വണ്ടികൾ, കുറേ വണ്ടികൾ തിരിച്ചു പോകുന്നുണ്ട്. എത്ര ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ ബസ്സുകൾ, അതിലുള്ള യാത്രക്കാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ട്, ട്രെയിൻ മിസ്സാവലും ഇതൊക്കെ. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ സർക്കാർ തന്നെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ കോളേജിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ മെയിൻ റോഡിലേക്ക് എന്തിനാണ് ഇവരിനെ ഇറക്കി വിടുന്നത്? ഇത് ചോദിക്കാനും പറയാനും ഒരാളും ഈ ഭാഗത്തില്ല. ഇപ്പോൾ 1 മണിക്കൂറിൻ്റെ മേലെ ഇട്ടോ ഞങ്ങളിത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത്രയും അങ്ങോട്ട് എത്തുമ്പോൾ അതിനും മൊത്തം ഡീസൽ കത്തിപ്പോവും. അവിടെ വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇത്രയും വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിപ്പം ഈ പോലീസുകാരൊക്കെ ഉണ്ട്, അവർക്ക് ഈ മെയിൻ റോഡിലേക്ക് ഇതിന് കയറ്റി വിടേണ്ട ആവശ്യമില്ല. പ്രകടനം മെയിൻ റോഡിലേക്ക് കയറ്റി വിടേണ്ട ആവശ്യമില്ല. അവർ മെയിൻ റോഡിൽ കയറ്റി വിട്ടു, അത് കാരണം റോഡ് മൊത്തം ബ്ലോക്കായിയാണ്. എത്ര ഇവിടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട എത്ര ആൾക്കാർ ബ്ലോക്കായി കിടക്കുന്നുണ്ടെന്ന് അറിയോ? എത്ര ആൾക്കാരുടെ ട്രെയിൻ മിസ്സാവുന്നുണ്ടെന്ന് അറിയോ? ഇപ്പോഴും ഒന്നും 1 മണിക്കൂറോളായിട്ടോ റോഡ് ബ്ലോക്കായിട്ട്. ഇതിന് ആരും നടപടി എടുക്കണില്ല. ഇതിന് ആവശ്യമില്ലാത്ത കുറേ നിയമങ്ങൾ ഇത് പറഞ്ഞ് കണ്ടും ചാത്തനുമായിട്ടുള്ള നിയമങ്ങൾ കുറേ കൊണ്ടുവരും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കണം, റോഡിലേക്ക് കുട്ടികളെ കയറ്റി വിടാണ്ടും എല്ലാത്തിനും. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരും നമ്മുടെ സർക്കാരല്ലേ, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. SFI കയറിയിട്ട് എല്ലാവരും കയറിയിട്ട് റോട്ടിൽ. നാട്ടുകാർ മൊത്തം കഴുതകൾ. ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ട് നോക്ക്. ചവിട്ടി 2 നിരപ്പായിട്ട് പോണേ മാറിക്കോളേ. പോലീസുകാരുണ്ട്, അവർ പറഞ്ഞിട്ടെന്താ കാര്യം? ഇവര് നിയമം കൊടുന്നാൽ മതിയായി. മെയിൻ റോഡിൽ ഈ പ്രകടനം കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ അവർക്ക് സ്കൂളിൽ പറമ്പിൽ തന്നെ വെച്ചൂടെ? മെയിൻ റോഡിൽ കയറിയിട്ട് 1 മണിക്കൂറായി കിടന്ന് ഇതാണ്ടോ. കുട്ടികളൊക്കെ ട്രെയിന് പോകേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടന്ന് അടുത്ത ബസ്സിൽ കയറാൻ വേണ്ടി പോവുക. എത്ര ബുദ്ധിമുട്ടുണ്ട് നോക്ക്. 1 മണിക്കൂർ ഏകദേശം ഞങ്ങൾ ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടോ. ഇത്രയും ബസ്സുകളും ബസ്സിലുള്ള യാത്രക്കാർ, എത്ര എയർപോർട്ട് പോകുന്ന ആൾക്കാർ എത്ര ഉണ്ടോ? അതാ ടേണിങ്ങിൽ അവനിങ്ങോട്ട് കയറി വന്നു, ഇവരങ്ങോട്ട് കയറി വന്നു, മൊത്തം ബ്ലോക്കാണ്. ഇതിന് നടപടി എടുക്കാൻ ആരുമില്ല. നമ്മുടെ സർക്കാർ പറഞ്ഞിട്ട് സർക്കാരിനെ പറഞ്ഞാൽ മതി. നമ്മൾ ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആൾക്കാർ ഇപ്പോൾ ഈ സ്കൂളിൽ ഈ ചെറിയ ഹൈസ്കൂളാണ്, അവനെ ബ്ലോക്കാക്കി അവിടെ ഇട്ടിട്ട് ഇത് ആംബുലൻസുകളൊക്കെ എത്ര അവിടെ കിടക്കുന്ന ഷൊർണൂർ ഭാഗത്ത്. ഇതിപ്പോൾ ആറ്റൂർ ആ ഭാഗം വരെ മൊത്തം ബ്ലോക്ക് ആവുകൊണ്ടേ. ഇന്നെന്തായാലും നമുക്ക് രാത്രി പോയാൽ മതിയില്ലേ വീട്ടിലേക്ക്, അല്ലേ സലീമ? രാത്രി പോയാൽ മതി, നമുക്ക് ഇവിടെ ഇരിക്കാം. ഞാൻ വണ്ടി എടുത്തില്ല. എന്താ വെച്ചാൽ ഇത്രയും ഡീസൽ കത്തിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലൈൻ പിടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ കുട്ടികളുടെ ഈ പ്രകടനവും കാര്യങ്ങളൊക്കെ നമ്മുടെ റോട്ടിൽ കഴിയട്ടെ. അവർക്ക് മുൻഗണന, വണ്ടികൾക്ക് റോട്ടിൽ മുൻഗണന കൊടുക്കരുത് ആരും. പ്രകടനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, മനസ്സിലായോ? എല്ലാ കുട്ടികളും പ്രകടനത്തിന് മുൻഗണന കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും റോട്ടിൽ ഇറങ്ങി എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടുന്നതിന് ചോദിക്കാനും പറയാനും ഇവിടെ ഒരാളില്ല. ഒരു മനുഷ്യൻ വേണ്ടേ? എത്ര വണ്ടി ബ്ലോക്ക് ആയിക്കണമെന്ന് അറിയോ? 1 മണിക്കൂറിന് മേലെ ഞങ്ങളിവിടെ നിൽക്കുന്നു. ആരോട് പറയണേ? നമ്മൾ വെറുതെ ലൈവ് ഇട്ടിട്ടും കാര്യമില്ല, ഒന്നും കാര്യമില്ല. എന്തായാലും ഇവരുടെ വണ്ടികളൊക്കെ പോയതിന് ശേഷം ഞാൻ പോവാച്ചിട്ടോ. ഞാനും എൻ്റെ കൂട്ടുകാരൻ ഇവിടെ കുറച്ച് കാറുകാർ അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവൻ്റെ ബാക്കിലൊക്കെ വണ്ടികൾ നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെയും ഇവിടെ മൊത്തം ബ്ലോക്കായി. എത്ര നേരമായി? 1 മണിക്കൂർ 2 മണിക്കൂറായി ഇവിടെ. ഇതിൻ്റെ ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ വെച്ച് അവസാനിപ്പിച്ചാൽ മതി. ഇവരെന്തിനും മെയിൻ റോഡിൽ കയറ്റി വിടുന്നത്? അപ്പോൾ ആൾക്കാർ ഒന്ന് ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് പ്രതികരിക്കുക. ഓക്കെ.